പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആം ആദ്മി പാർട്ടി വിഷൻ 2025 പ്രഖ്യാപനവും പാർട്ടി ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പൈങ്ങോട്ടൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ മിഷൻ 2025 പ്രഖ്യാപനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു നിർവഹിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആം ആദ്മി പാർട്ടി പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. മാറി മാറി ഭരിച്ച രാഷ്ട്രീയക്കാർ പഞ്ചായത്തിൽ വികസന കാര്യത്തിൽ പിന്നോക്കം പോയെന്നും മുഴുവൻ സീറ്റിലും പാർട്ടി മത്സരിച്ച് ഭരണം ഉറപ്പിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ ആം ആദ്മി പാർട്ടിയിലേക്ക് ജനങ്ങൾ കടന്നുവരണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് വാട്ടപ്പള്ളി പൈങ്ങോട്ടൂർ നിവാസികളോട് അഭ്യർത്ഥിച്ചു. വിഷൻ 2025 പ്രഖ്യാപനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു നിർവഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ പൗലോസ് വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. അഡ്വക്കേറ്റ് ചാൾസ് വാട്ടപ്പള്ളിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റി പൈങ്ങോട്ടൂരിൽ സമാപിച്ച സമ്മേളനം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു. ആ വെള്ളം വീടുകളിൽ എത്തിക്കാൻ കഴിയുന്ന പദ്ധതിയായപ്പോഴാണ് ഈ മനുഷ്യ പിടിച്ച് ജയിലിലിട്ടത്. ആലോചിച്ച് നോക്കണം. ഇന്നലെ അദ്ദേഹം പറഞ്ഞു ആ പദ്ധതി ഏതാണ്ട് 2 വർഷത്തോളം എന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ, എന്റെ ആരോഗ്യമന്ത്രിയെ, എന്റെ കൂടെ നിന്നവരെ എന്നെ അടക്കം പിടിച്ച് ജയിലിട്ടില്ലായിരുന്നു. ഇന്ന് ഡൽഹിയിലെ മുഴുവൻ മനുഷ്യർക്കും ശുദ്ധജലം, കുടിവെള്ളം വീടുകളിൽ പ്രോജക്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞേനെന്ന് വട്ടമിട്ട് കൊത്തിപ്പറിച്ചു. ഇപ്പൊ നിയമസഭാ ഇലക്ഷനിൽ 1000 രൂപ എല്ലാ സ്ത്രീകൾക്കും 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ സ്ത്രീകൾക്കും 1000 രൂപ കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് നിയമസഭാ ഇലക്ഷൻ വന്നു ഡൽഹിയിൽ. ഉടനെ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന പരിപാടി നടത്തി. അതായത് ഈ വോട്ടേഴ്സ് സിസ്റ്റത്തിൽ നിന്ന് പരിപാടിയല്ലാതെ പേരുകളെല്ലാം കിട്ടി. അതായത് ഡൽഹിയിലെ അരവിന്ദ് കേജ്രിവാൾ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരെ മുഴുവൻ കണ്ടുപിടിച്ച് വെട്ടിത്തെടുക്കാൻ ശ്രമിച്ചു. കേജ്രിവാൾ മിണ്ടാൻ പോയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാലിനടിയിൽ ചാണകം പറ്റി നമ്മൾ കഴികളയും. പക്ഷെ BJP-ക്കാരുടെ തലയ്ക്കകത്തായത് കഴിക്കളയാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ ബുദ്ധി എന്ന് പറയുന്നതായിരുന്നു എന്നാണ് ഈ വോട്ടേഴ്സ് സിസ്റ്റത്തിൽ പേര് മൊത്തം വെട്ടി പറഞ്ഞാൽ. അതോടുകൂടി ഡൽഹിയിൽ പിന്നെ ഈ പറയുന്ന അരവിന്ദ് കേജ്രിവാൾ വരില്ലല്ലോ. പക്ഷെ കേജ്രിവാൾ, ബുദ്ധിമാനായ കേജ്രിവാൾ ചെക്ക് വെച്ചിട്ട് പറഞ്ഞു, ശരി, പാവപ്പെട്ട സ്ത്രീകളോട് പറഞ്ഞു, പെൺകുട്ടികളോട് പറഞ്ഞു, അധികാരത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നാൽ എല്ലാ മനുഷ്യരുടെയും അക്കൗണ്ടിലേക്ക് പണ്ട് പഞ്ചാബ് 15 ലക്ഷം രൂപ വരുന്നവരെ പറഞ്ഞ പോലല്ല, മറിച്ച് 2100 രൂപ എല്ലാ മനുഷ്യരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമെന്ന് പറഞ്ഞു. വെട്ടിലായി. ആര് വെട്ടിലായി? BJP-ക്കാരൻ വെട്ടിലായി. കാരണം വോട്ടേഴ്സ് സിസ്റ്റത്തിൽ പേരില്ലാത്ത സ്ത്രീകൾക്ക് ഇത് കിട്ടില്ല. കണ്ടീഷൻ വെച്ചു. അതിന് കണ്ടീഷൻ വെച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഈ 2100 രൂപ തരണമെങ്കിൽ വോട്ടേഴ്സ് സിസ്റ്റത്തിൽ പേരുണ്ടാവണം. BJP-ക്കാരന്റെ കിളി പറഞ്ഞു. ഇപ്പൊ ഇന്നലെ പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ, സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളി, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ, കരിങ്കുന്നം പഞ്ചായത്ത് വാർഡ് മെമ്പർ ബീന കുര്യൻ, ഡോക്ടർ ഷർമിള ബെന്നി, മുസ്തഫ KM, ഐസക് പോൾ, ജില്ലാ സെക്രട്ടറി സുജിത് സുകുമാരൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ റാത്തപ്പിള്ളി, റോയി പ്ലാത്തോട്ടം, സെക്രട്ടറി സലീം പറമ്പിൽ, സണ്ണി കാനാട്ട്, ജോസി മാത്യു, റൂബി ജോസി, ഷൈമി ഏലിയ, സെബാസ്റ്റ്യൻ KA, ബെന്നി മേലേത്ത്, ഹിസ്റ്റി M സാനി, അഡ്വക്കേറ്റ് മരിയ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.